തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള കോൺഗ്രസ് പദ്ധതി വിജയിക്കുമോ? നീക്കം തിങ്കളാഴ്ചത്തെ കൗൺസിലിൽ അവിശ്വാസം അവതരിപ്പിക്കാൻ LDF പിന്തുണയ്ക്കാതെ പ്രമേയം കൊണ്ടുവരാനാകില്ല. ഇതുവരെയും നിലപാട് പറയാതെ CPM BJPക്ക് കോർപ്പറേഷൻ ഭരിക്കാൻ കഴിയുന്നില്ലെന്ന് KS ശബരിനാഥൻ. സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനായില്ലെങ്കിൽ സ്വതന്ത്രയുടെ നിലപാട് നിർണായകം. തിരുവനന്തപുരം കോർപ്പറേഷനെ കടുപ്പത്തിൽ കുറ്റപ്പെടുത്തി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാഷ്ട്രീയ തർക്കത്തിനിടയിൽ നഗരത്തിലെ മാലിന്യ നീക്കം തടസ്സപ്പെടുകയാണെന്ന ആക്ഷേപം. പകർച്ചവ്യാധി പ്രതിരോധത്തിൽ കോർപ്പറേഷൻ പരാജയം. മഴ കടുത്താൽ ഡെങ്കിപ്പനി പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലാകുമെന്നും ആരോഗ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. അംഗനവാടി പ്രവർത്തനത്തിന് മാനദണ്ഡം പുതുക്കുമെന്ന് വനിതാ ശിശുക്ഷേമ മന്ത്രി ബിന്ദു കൃഷ്ണ. തീരുമാനം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടി. കൊച്ചിയിൽ 3.5 വയസ്സുകാരി അംഗനവാടിയിൽ ലൈംഗിക അതിക്രമത്തിനിരയായ സാഹചര്യത്തിൽ. പാലക്കാട്ടെ CPM നേതൃത്വത്തിന് PK ശശിയെ പേടിയാണോ എന്ന DYFIയുടെ ചോദ്യം. വിമർശനം ജില്ലാ സമ്മേളനത്തിൽ. ജില്ലാ സെക്രട്ടറി അടക്കം നേതാക്കളെ ശശി നിരന്തരം അപകീർത്തിപ്പെടുത്തിയിട്ടും പാർട്ടി എന്തുകൊണ്ട് അനങ്ങിയില്ല? ഭരണം പോകാൻ കാരണം പിണറായിക്ക് നൽകിയ ഇളവ്. DYFI പൊതുച്ചോർ സംഘടന മാത്രമായെന്നും പ്രതിനിധികൾ. നടനും സംവിധായകനുമായ K ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. അന്ത്യം 73-ാം വയസ്സിൽ വിടവാങ്ങുന്നത് തിരക്കഥകളുടെ രാജാവെന്നറിയപ്പെടുന്ന ചലച്ചിത്രകാരൻ. അൻസിബയ്ക്ക് തിരിച്ചടി. ടിനി ടോമിനെതിരായ പരാതിയിൽ കേസെടുക്കാനാവില്ലെന്ന് പോലീസ്. മറ്റൊരാൾ പറഞ്ഞത് കേട്ടെന്ന് നിലനിൽക്കാത്ത വാദം. വിശദീകരണം സഹിതം കൊച്ചി SPക്ക് റിപ്പോർട്ട് നൽകി കടവന്ത്ര പോലീസ്. തിരുവനന്തപുരം ആറ്റുകാലിൽ 27 വയസ്സുകാരി വീട്ടിൽ തൂങ്ങി മരിച്ചു. ശരീരമാകെ മർദ്ദനമേറ്റ പാടുകൾ. വർക്കല സ്വദേശിനി ആരതിയുടെ മരണം ഭർതൃപീഡനം മൂലമെന്ന് കുടുംബം. തെളിവായി ആരതി വീട്ടുകാർക്ക് അയച്ച ചിത്രങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തു. SITയുടെ നടപടി. മറ്റന്നാൾ ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകാനിരിക്കെ ചോദിച്ചറിഞ്ഞത് പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലെ വിശദാംശങ്ങൾ. വള്ളുവനാട്ടിലെ പ്രധാന ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ ഭരണാവകാശം പാരമ്പര്യ ട്രസ്റ്റ് ഏറ്റെടുത്തു. ഇനി ചുമതലകൾ വഹിക്കുക ട്രസ്റ്റി MC ശ്രീധരവർമ്മ രാജ. നടപടി ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ. വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ മലബാർ ദേവസ്വം ബോർഡ്. റോക്കറ്റ് കൺട്രോൾ ടെക്നോളജി വിദഗ്ധൻ ഡോക്ടർ UP രാജീവ് VSSCയുടെ പുതിയ ഡയറക്ടർ. ബഹിരാകാശ നിലയത്തിന്റെ തലപ്പത്തേക്ക് വരുന്നത് ISROയുടെ വിജയങ്ങളിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ. കൊല്ലം പത്തനാപുരം സ്വദേശി. വെടിനിർത്തലിനിടെ പരസ്പരം ആക്രമിച്ച ഇറാൻ സൈന്യങ്ങൾ. പശ്ചിമേഷ്യയിൽ വീണ്ടും ആശങ്ക. ഇറാന്റെ സൈനിക താവളങ്ങൾ അമേരിക്ക ആക്രമിച്ചത്. ഹോർമുസിൽ കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടി. US കേന്ദ്രങ്ങളിലേക്ക് പ്രത്യാക്രമണം നടത്തി ഇറാൻ സൈന്യം. വെനസ്വേലയെ ഞെട്ടിച്ചു വീണ്ടും ഭൂകമ്പം. തകർന്നടിഞ്ഞു വെനസ്വേല. ഭൂകമ്പത്തിൽ മരണം 1000 കടന്നു. 3000-ഓളം പേർക്ക് പരിക്കേറ്റു. 1,00,000-ഓളം പേരെ കാണാതായി. കൈത്താങ്ങായി ഇന്ത്യ. മെഡിക്കൽ സംഘവും 35 ടൺ സാമഗ്രികളുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ്. ലോകകപ്പിൽ നോർവേയെ തകർത്ത് ഫ്രാൻസ്. ജയം 1-നെതിരെ 4 ഗോളുകൾക്ക്. ഡംബലയ്ക്ക് ഹാട്രിക്ക്. ഇറാഖിനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തോൽപ്പിച്ച് സെനഗൽ. ഉറുഗ്വേയെ തോൽപ്പിച്ച് സ്പെയിൻ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ.